Welcome back to Plus 2 Physics, Chapter 4, Part 7, Torque acting on a current loop. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഒരു റെക്റ്റാങ്കുലർ കോയിൽ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടോർക്ക് കണ്ടുപിടിക്കുകയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കാം. N and S are the north and south pole of two permanent magnets. ഒരു മാഗ്നറ്റിൻ്റെ പെർമനന്റ് മാഗ്നറ്റ്, രണ്ട് പെർമനന്റ് മാഗ്നറ്റുകൾ തന്നിരിക്കുന്നു. അവയുടെ നോർത്ത് പോളും സൗത്ത് പോളുമാണ് N and S എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അതാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ബി എന്നിവിടെ എഴുതിയിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബി ആണ്. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടെ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു കോയിൽ PQRS മാഗ്നറ്റിൻ്റെ പോൾസിന് ഇടയിൽ വെച്ചിരിക്കുന്നു. ഈ ലൂപ്പിൻ്റെ ലെങ്ത് L ആണ്, ബ്രെഡ്ത്ത് B ആണ്. കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന PQRS എന്ന റെക്റ്റാങ്കുലർ കോയിൽ. ഈ കോയിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ കോയിലിൻ്റെ ലെങ്ത് നമുക്ക് L എന്ന് മെഷർ ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B ആയിരിക്കും. ഇങ്ങനെ ഉള്ള ഒരു റെക്റ്റാങ്കുലർ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് I. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ഈ റെക്റ്റാങ്കുലർ കോയിലിന് 4 സൈഡുകളുണ്ട്. ഫസ്റ്റ് സൈഡ് ഈസ് PQ എന്ന് പറയുന്ന ഒരു സൈഡ്. സെക്കൻഡ് ഈസ് QR. തേർഡ് സൈഡ് ഈസ് RS ആൻഡ് PS ഈസ് ദ ഫോർത്ത് സൈഡ്. ഇങ്ങനെയുള്ള 4 സൈഡുകൾ PQ, QR, RS ആൻഡ് PS ഇങ്ങനെയുള്ള 4 സൈഡുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ 4 സൈഡുകളിൽ അല്ലെങ്കിൽ ആംസിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. പ്രകാരമാണ് കറണ്ട് ഫ്ലോ. ഓരോ ആംസിലും കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ വ്യത്യസ്തമാണ്. കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. I എന്ന് പറയുന്ന ഒരു കറണ്ട് ഈ 4 സൈഡുകളിലൂടെയും കടന്നു പോകുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. In figure, the sides QR and PS experience no force because the angle between B and I is 0 degree. ഇവിടെ QR എന്ന് പറയുന്ന സൈഡും അതുപോലെ തന്നെ PS എന്ന് പറയുന്ന സൈഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് QR എന്ന് പറയുന്ന സൈഡും അതുപോലെ PS എന്ന് പറയുന്ന സൈഡും. അവിടെയുള്ള കറണ്ട് ഫ്ലോയും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് ഫ്ലോയും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ദ ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് I ഈസ് 0 ഡിഗ്രി. സെയിം ഡയറക്ഷനിലായതിനാൽ അവയ്ക്കിടയിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. ദെയർഫോർ ദ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. F is equal to BIL sin theta. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിച്ചതാണ്. ഇവിടെ QR എന്ന സൈഡും PS എന്ന സൈഡും മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയതിനാൽ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. Therefore F becomes BIL sin 0 is equal to 0. ഇക്വേഷൻ്റെ അകത്ത് F is equal to BIL sin theta എന്നാണ് നമ്മുടെ ഇക്വേഷൻ. F is equal to BIL sin 0 എന്ന് വരും. Therefore sin 0യുടെ വാല്യൂ 0 ആയതുകൊണ്ട് F is equal to 0 ആയിരിക്കും.
ഇനി നമുക്ക് പി ക്യു എന്ന സൈഡ് നമുക്ക് നോക്കാം. The force experienced by the current flowing through the side PQ is given by PQ is equal to നമുക്കറിയാം. അതിന് നമ്മൾ F1 മാർക്ക് ചെയ്യുവാണ്. പി ക്യു എന്ന് പറയുന്ന സൈഡിലൂടെ, പി ക്യു എന്ന് പറയുന്ന ഈ സൈഡിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന ഫോഴ്സ് F1 is equal to BIL sin theta എന്നാണ് ഇക്വേഷൻ. ഇവിടെ നോക്കുക, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ്. Here B and I are perpendicular to each other, so the angle theta is equal to 90 degree. Angle theta is equal to 90 degree. Then the force F1 becomes F1 is equal to BIL. F1 is equal to BIL because sin 90 is equal to 1. Sin 90 യുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് F1 is equal to BIL എന്ന് നമുക്ക് ലഭിക്കും. ഇനി F1 എന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ കൂടി ഒന്ന് നോക്കുക. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. പി ക്യു എന്ന സൈഡിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. പി ക്യു എന്ന് പറയുന്ന സൈഡിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. F1 എന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച്. ഇവിടെ ബിയുടെ ഡയറക്ഷൻ ഇതാണ്. ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത് ആണ്. അതുപോലെ ഐയുടെ ഡയറക്ഷൻ നോക്കുക, ഇതാണ് ഐയുടെ ഡയറക്ഷൻ. അങ്ങനെയെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ പ്ലെയിനുള്ളിലേക്കായിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇടത് കൈ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ വെച്ച് ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കുക. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, അതുപോലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ പ്ലെയിനിൻ്റെ ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പ്ലെയിനിൻ്റെ ഉള്ളിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. F1 എന്ന് പറയുന്ന ഫോഴ്സ് BIDL ആണ്, അതിൻ്റെ ഡയറക്ഷൻ ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. ഓൾസോ ദ ഫോഴ്സ് ഓൺ ദ സൈഡ് RS എന്ന് പറയുന്ന സൈഡിലെ നമുക്കിതുപോലെ തന്നെ കണ്ടുപിടിക്കാം. F2 is equal to നമുക്ക് BIL എന്ന് തന്നെ ലഭിക്കും, കാരണം 90 ഡിഗ്രി തന്നെയാണ് ആംഗിൾ. അതുകൊണ്ട് F2 is equal to BIL എന്ന് നമുക്ക് ലഭിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ പ്ലെയിനിന് പുറത്തേക്കായിരിക്കും. ഇനി നോക്കുക, ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നേരെ തിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ F2ൻ്റെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും, പ്ലെയിനിന് പുറത്തേക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡയറക്റ്റഡ് ഔട്ട് ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. F1 and F2 are equal in magnitude and in opposite direction. നമുക്ക് കിട്ടിയ F1ൻ്റെയും F2ൻ്റെയും ഇക്വേഷൻസ് സെയിം ആണ്. സോ ദീസ് ഫോഴ്സസ് പ്രൊഡ്യൂസ് എ ടോർക്ക് ആൻഡ് ദീസ് ടോർക്ക് റൊട്ടേറ്റ്സ് ദ ലൂപ്പ്. എതിർ ദിശയിലുള്ള രണ്ട് തുല്യ ബലങ്ങളാണ് F1ഉം F2ഉം. F1ഉം F2ഉം ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. എതിർ ദിശയിലാണ് ഇവ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഫലമായി കോയിലിലൊരു ടോർക്ക് ഉണ്ടാകുന്നു. ഈ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ടോർക്ക് മൂലം കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കുക, F1 എന്ന് പറയുന്ന ഫോഴ്സ്, അതാണ് പി ക്യൂവിൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സ്. F1 എന്ന് പറയുന്ന ഡയറക്ഷൻ ഇതാണ്, നമ്മൾ പറഞ്ഞു ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇനി അടുത്ത F2 എന്ന് പറയുന്നത്, അതാണ് RSൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ്. അത് എങ്ങനെയാണ്? ഔട്ട് ടു ദ പ്ലെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സുകളുടെയും വാല്യൂസ് നമുക്ക് സെയിം ആയിട്ട് നമുക്ക് കിട്ടി. എന്താണ്? F1ഉം F2 ഈക്വൽ ആണ്, അത് BIL എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അവയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റഡ് ഔട്ട്വേർഡ് ആണെന്നും ഒരെണ്ണം ഇൻവേർഡ് ആണെന്നും പറഞ്ഞു. രണ്ടിൻ്റെയും വാല്യൂസ് ഈക്വലുമാണ്. എതിർ ദിശയിലുള്ള രണ്ട് ഫോഴ്സുകളാണ് F1ഉം F2ഉം. അതുമൂലം എന്ത് ചെയ്യും? ഈ കോയിലിൽ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. കോയിലിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ കോയിലിൻ്റെ സൈഡ് വ്യൂ ആണ് ആദ്യത്തെ ഫിഗറിൻ്റെ അത് തന്നിരുന്നത്. ഇവിടെ നമ്മൾ കോയിലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്. മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ഇവിടെ കോയിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഉള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ ഫിഗറിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഫിഗർ ഉപയോഗിച്ച് നമുക്ക് കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫിഗർ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്.
ഇവിടെ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. BIL എന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. F1 ഉം F2 ഈക്വൽ ആണ്, അത് BIL ആണെന്ന് പറഞ്ഞു. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ രണ്ട് ഫോഴ്സുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇതാണ്, F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇതാണ്, F2 എന്ന് പറയുന്ന ഫോഴ്സ് ഇതാണ്. ഇവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ B sin θ ആണ്. കാരണം ആംഗിൾ തീറ്റയാണ്, നമുക്ക് പറയാം ഇത് ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് B ആണെന്നുണ്ടെങ്കിൽ B sin θ എന്നാണ് നമുക്ക് ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടുന്നത്, B sin θ. അപ്പോൾ നമ്മൾ പറഞ്ഞു ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് ആണ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ BIL എന്ന് എഴുതാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B sin θ ആണ്. therefore I is equal to AB sin θ നമുക്ക് ലഭിക്കും. ഇവിടെ എന്തുകൊണ്ടാണ് A വന്നിരിക്കുന്നത്? L ഇൻറ്റു B എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ ഉണ്ട്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. L എന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ ലെങ്ത് ആണ്, B എന്ന് പറയുന്നത് അതിൻ്റെ ബ്രെഡ്ത്ത് ആണ്. അവിടെ LB എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ട് L ഇൻറ്റു B എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് നമുക്ക് ഏരിയ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. L ഇൻറ്റു B ഈസ് ഈക്വൽ ടു A, ഏരിയ ഓഫ് ദ കോയിൽ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിൻ്റെ ഏരിയയാണ് L ഇൻറ്റു B എന്ന് പറയുന്നത്. അവിടെ ഇവിടെ ഇപ്പോൾ LB എന്നുള്ള ടേമിനെ നമുക്ക് A എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ I, പിന്നെ ഏരിയ, ദെൻ ഇവിടുത്തെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ദെൻ സൈൻ തീറ്റ. അപ്പോൾ IAB സൈൻ തീറ്റ എന്ന് നമുക്ക് ലഭിച്ചു. ഫോഴ്സിന് ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്നത് IAB സൈൻ തീറ്റ. ഇനി ഇവിടെ I ഇൻറ്റു A എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. I ഇൻറ്റു A എന്ന് പറയുന്ന ടേം, I ഇൻറ്റു A എന്ന് പറയുന്ന ടേമിനെ നമുക്ക് M എന്ന് മാർക്ക് ചെയ്യാം. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ I ഇൻറ്റു A, കറണ്ട് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് I ഇൻറ്റു എക്ക് പകരം നമുക്ക് M എന്ന് എഴുതാം. therefore ടോ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ എന്ന് നമുക്ക് ലഭിക്കും. ടോക്ക് ഈസ് ഈക്വൽ ടു ടോ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. MB സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ AB സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ക്രോസ് B എന്ന് പറയുന്ന ഫോമിലാണ്. ഇൻ വെക്റ്റർ ഫോം ടോ ഈസ് ഈക്വൽ ടു നമുക്ക് M ക്രോസ് B എന്ന് എഴുതാം. വെക്റ്റർ ഫോമിൽ ടോക്കിൻ്റെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു M ക്രോസ് B എന്ന് നമുക്ക് ലഭിക്കും. ഇതാണ് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുന്ന റെക്റ്റാങ്കുലർ കോയിലൂടെ കറണ്ട് ഫ്ലോ മൂലമുണ്ടാകുന്ന ടോർക്ക്. ടോ ഈസ് ഈക്വൽ ടു M ക്രോസ് B. We get the maximum torque when the angle theta is equal to 90 degree. ആംഗിൾ 90 ഡിഗ്രി ആകുന്ന സമയത്താണ് നമുക്ക് മാക്സിമം ടോർക്ക് ലഭിക്കുന്നത്. മാക്സിമം ടോർക്കിൻ്റെ maximum value of torque tau max is equal to BIA ആണ്. അപ്പം ടോർക്ക് മാക്സിമം ആകുന്നത് തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് BIA ആണ്. വെൻ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി, രണ്ടും പാരലൽ ആകുന്ന കേസിൽ, കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആകുന്ന കേസിൽ തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. ദെൻ ടോർക്ക് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ടോർക്ക് 0 ആയിരിക്കും. ടോക്കിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഇഫ് ദർ ആർ n ടേൺസ്, നമ്മളിപ്പോൾ ഒരു ടേണുള്ള ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. PQR എന്ന് പറയുന്ന ഒരു ടേണുള്ള ലൂപ്പാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്. ഇഫ് ദർ ആർ n ടേൺസ് ഇൻ ദ ലൂപ്പ്, n ടേൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ടോക്കിൻ്റെ മാക്സിമം വാല്യൂ ഈക്വൽ ടു NIAB എന്ന് ലഭിക്കും. BIA എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്ത് n ഇൻറ്റു IAB എന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ നമ്മൾ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കോയിലാണ് എടുത്തിരുന്നത്. ഈ ഒരു സർക്കുലർ ഏത് ഒരു ഷേപ്പിലുള്ള സർക്കുലർ ലൂപ്പ് എടുത്താലും ടോർക്ക് സെയിം തന്നെയായിരിക്കും. അതായത് നമ്മൾ സർക്കുലർ ലൂപ്പ് എടുത്താലും അതുപോലെ സ്ക്വയർ ആയാലും ഏത് ഷേപ്പിലുള്ള ലൂപ്പ് എടുത്താലും നമുക്ക് ലഭിക്കുന്നത് സെയിം, നമ്മൾ ടോക്കിൻ്റെ സെയിം ഇക്വേഷൻ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ BIA എന്ന് പറയുന്നത്. അതായത് ടോക്കിൻ്റെ വാല്യൂ ഓഫ് ടോക്ക് ഈസ് സെയിം ഫോർ പ്ലെയിനാർ ലൂപ്പ് ഓഫ് എനി ഷേപ്പ്. ഒരു പ്ലെയിൻ വരത്തക്ക രീതിയിലുള്ള ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലർ ആയാലും സ്ക്വയർ ആയാലും അതുപോലെ സർക്കുലർ ആയാലും നമുക്ക് ലഭിക്കുന്ന ടോക്കിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ടോക്കിൻ്റെ എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്തത്. മനസ്സിലായി എന്ന് കരുതുന്നു. ഏതെങ്കിലും ഭാഗം നമുക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ വീഡിയോ ഒരിക്കൽ കൂടി കാണുക. ഓക്കെ, സീ യു.